സർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചന നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നു. 5500 കോടി രൂപയുടെ പലവിധ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് BJPയുടെ ഒരു പ്രചരണം എന്ന രീതിയിൽ തന്നെ, പ്രചരണത്തിന്റെ തുടക്കം എന്ന രീതിയിൽ തന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം പലവിധ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും കേരളയെ കേരളമെന്നാക്കിയിട്ടുള്ള NDA സർക്കാർ തന്നെ ഇനി കേരളം ഭരിക്കണം എന്നുള്ളൊരു സൂചന നൽകിയിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഒരു 10ഓളം സീറ്റുകളിൽ BJP വിജയിക്കുമെന്ന പ്രതീക്ഷ അടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് സർ താങ്കളുടെ നിരീക്ഷണം? മോദിക്ക് ആളുകളെ കൈയെടുക്കാനുള്ള കഴിവ്, ഞാൻ അതാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞ ഒരു മാന്ത്രികൻ തന്നെ. നോക്കൂ, നെസറ്റ് അവിടെ പോയി പ്രസംഗിക്കുമ്പോൾ കയ്യിലൊരു പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഉപകരണത്തിൻ്റെ ഒരു സാന്നിധ്യമില്ല. നേരെ അവിടുത്തെ മെമ്പർമാരുടെ മുഖത്ത് നോക്കി, അംഗങ്ങളുടെ ജനപ്രതിനിധികളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹം ഇത് ആർക്കും സാധിക്കും പറഞ്ഞ കാര്യങ്ങൾ. ആദ്യം ഷാലോം എന്നുള്ള അവരുടെ ഭാഷയിലുള്ള വാക്ക്, ഹീബ്രു ഭാഷയിലുള്ള വാക്ക് അദ്ദേഹം ഉച്ചരിച്ചു. എന്തൊരു കയ്യടിയായിരുന്നു! ആ കയ്യടി നിൽക്കാനാണ് പിന്നെ സ്റ്റാൻഡിങ് ഓവേഷനാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് നിരന്തരമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെ, നമ്മുടെ രണ്ട് സംസ്കാരങ്ങളും ഒരുമിച്ച് ഒരേപോലെ ആഘോഷിക്കുന്ന ഉത്സവങ്ങളുടെ ഒക്കെ കാര്യം പേര് തെറ്റാതെ പുള്ളി തെറ്റാതെ ഇങ്ങനെ അനർഗളമായിട്ട് സംസാരിക്കുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റേത് ഒരു കിങ്സ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഫ്ലവറി ലാംഗ്വേജോ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷോ ഒന്നും ആയിരുന്നില്ല ശശി തരൂരിൻ്റേതുപോലെ. പക്ഷേ ശശി തരൂറിന് പോലും ഈ കാര്യങ്ങൾ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡിജിറ്റൽ സഹായം ഇല്ലാതെ നടത്താൻ പറ്റില്ല. ആ കാര്യങ്ങൾ ഓർമ്മയിലൂടെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ അവിടെ എറണാകുളത്ത് വന്നിട്ട് അഖില കേരള ധീവരസഭയുടെ യോഗത്തെ സംബോധന ചെയ്തുകൊണ്ട് ആദ്യം അദ്ദേഹം വിളിച്ചത് കടലിൻ്റെ മക്കളെ. അവിടെയുള്ള മുഴുവൻ പേരെയും കയ്യിലങ്ങ് എടുക്കുകയാണ്. ആദ്യത്തെ ആ ഒരു ഇൻട്രോയോട് കൂടി തന്നെ നിർത്താത്ത കയ്യടിയാണ്. കടലിൻ്റെ മക്കളെല്ലാം കൂടെ ചേർന്ന് വാസ്തവത്തിൽ രോമാഞ്ചം കൊള്ളുകയാണ്. അങ്ങനെ കയ്യിലെടുക്കാനുള്ള കഴിവ് ഏതു ഭാഷയിൽ, ഭോജ്പുരി പോയാൽ, മൈഥിലി ആ സ്ഥലങ്ങളിൽ പോയാൽ ആ ഭാഷയിൽ, അതുതന്നെയാണ് ഹീബ്രു ഭാഷയിൽ പോയിട്ട് ഇസ്രായേലിലും സംസാരിച്ചത്. അങ്ങനെ ഏത് ഭാഷയിലും സംസാരിക്കുന്ന ആളുകളെ പോളിഗ്ലോട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ 14 ഭാഷകൾ അറിയാവുന്ന ആളാണ് ശശി തരൂർ. ഇദ്ദേഹം അതിനേക്കാളിലും ഭാഷകൾ ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളത്തിൽ വന്ന കടലിൻ്റെ മക്കളെ, അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തും പോയ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭാഷ കയ്യിലെടുത്ത് ആളുകളെ കയ്യിലെടുത്ത് ഒരു മാന്ത്രിക സാന്നിധ്യമായിട്ട് മാറ്റുന്ന ഒരു ജനനേതാവ് തന്നെയാണ്. ഇതുപോലൊരു നേതാവിനെ ഇന്ത്യ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം സാധാരണഗതി നമ്മൾ കാണുന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയാലും ഏത് പ്രസിഡൻ്റ് ആയാലും ഇങ്ങനെ പേപ്പറിൽ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പേരുച്ചരിക്കുന്നത്. സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളിരുന്നാൽ പോലും അവരുടെ പേര് പേപ്പർ നോക്കിയാലേ അറിയാവും. കാരണം ഈ പലരും സഹമന്ത്രിമാരും ഒക്കെ ആയിരിക്കും, എല്ലാ പേരും ഒരു പ്രധാനമന്ത്രി ഓർക്കാറുണ്ട്. ഇതങ്ങനെയല്ല, പുള്ളി വിടാതെ വീരനഗരൻ്റെ പേര്, ധീവരസഭയുടെ പ്രസിഡന്റ്, അഖില കേരള ധീവരസഭയുടെ പ്രസിഡന്റ് വീരനഗരൻ, അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, സകലമാന പേരുടെയും പേര് ഉച്ചാരണം ശരിയായിട്ടുള്ള മലയാളത്തിലുള്ള ഉച്ചാരണമായിരിക്കില്ല, പക്ഷേ പേരുകളൊന്നും മറന്നുപോയി. ഇതിനും മാത്രം ഓർമ്മശക്തി ഈ വയസ്സുകാലത്തും നിലനിർത്തുക എന്ന് പറഞ്ഞ ഒരു യോഗീശ്വരൻ തന്നെയാണ് അദ്ദേഹം. യോഗ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു എനർജി ആയിരിക്കണം അത്. ആ എനർജിയോ, എത്ര പ്രസംഗങ്ങളാണ് ഈ വയസ്സുകാലത്ത് അദ്ദേഹം നടത്തുന്നത്. ഒരു യുവാവിന് ഇത്ര ഊർജ്ജം ഉണ്ടാവില്ലല്ലോ. നമ്മളൊക്കെ 2 ടോക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ക്ഷീണിക്കില്ലേ. അദ്ദേഹം അനർഗളമായിട്ട് ഇപ്പോഴും പ്രഭാഷണം, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തോടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ ഒരു വാചകം ശ്രദ്ധിച്ചോ, കേരളയെ ഞങ്ങൾ കേരളമാക്കി. ശരിയല്ലേ? അതെ, കേരളമാക്കി. അങ്ങനെ ജനങ്ങളെ മുഴുവൻ കയ്യിലെടുത്തു, മലയാളികളെ മുഴുവൻ അങ്ങനെ കയ്യിലെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാനിതിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളീയരുടെയും ആവശ്യം ഗൾഫ് നാടുകളിൽ ഒരു സമാധാനം ഉണ്ടാക്കുക. അതിനെപ്പറ്റി ഒരു വാക്കാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് വാസ്തവത്തിൽ. പക്ഷേ അങ്ങനെ ഒരു വാക്യം അവിടെ ഉണ്ടായില്ല. എന്ത് പറയുന്നു? ആദ്യത്തേന് അതിനെപ്പറ്റി എന്തു പോകുന്നു? അത് പറയുക എന്ന് പറയുന്നത് വലിയ ഒരു വിദൂരമായിട്ടുള്ളൊരു പ്രതീക്ഷയാണ്. അത് ഉണ്ടാവുമോ ഇനിയിപ്പോൾ ഉള്ള പ്രഭാഷണത്തിൽ? എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലിയും പ്രവർത്തന ശൈലിയും ഒക്കെ നോക്കുമ്പോൾ ഈ പറഞ്ഞതിന് ശേഷം ചെയ്യുന്നതല്ല, ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് എടുത്ത് പറയുന്നത് തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ടുള്ള ഒരു പക്ഷേ അങ്ങനെ ഒബ്സർവേഷൻ കറക്റ്റ് കാര്യമായിരിക്കും ഒരു പക്ഷേ ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ, GCC രാജ്യങ്ങളിലെ അംബാസഡർ ഒരാൾ, അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കോൾ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ
അപ്പോൾ അദ്ദേഹം ഒരു കോള് വിളിച്ചാൽ മതി, ഒരൊറ്റ വിളി നെതന്യാഹുവിനെ വിളിച്ചാൽ മാത്രം മതി ഈ യുദ്ധം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനായി. അത് GCC രാജ്യങ്ങളുടെ ഇന്ത്യയിലെ UAE-യുടെ ഇന്ത്യയിലെ അംബാസഡറാണ് പറഞ്ഞത്. മോദി ഒരു ഫോൺ വിളിച്ചാൽ ഈ യുദ്ധം ഇവിടെ തീരും. അതെ, സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൽ നിന്നൊരു വാക്യം ഇപ്പോൾ വളരെ ഉത്കണ്ഠാഭരിതരായിട്ട് കഴിയുന്ന ആൾക്കാർ പ്രതീക്ഷിച്ചു. ആ വാക്ക് വാസ്തവത്തിൽ BJP-ക്കാർ അദ്ദേഹത്തിനോട് പറഞ്ഞ് ആവശ്യപ്പെട്ട് അത് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് വരെ ബാധിച്ചിരിക്കുന്നു ട്രംപിൻ്റെ ഈ എടുത്തിയാട്ടം. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു വാക്ക്, തീർച്ചയായിട്ടും മോദിയുടെ ഒരു വാക്ക് യുദ്ധത്തെ നിർത്തുമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയല്ലേ. തീർച്ചയായിട്ടും അത് ചെയ്യണം. ചെയ്തെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ 9 സീറ്റോളമാണ് BJP-ക്ക് എന്നാണ് പറയുന്നത്. ആ 9 എന്ന് പറഞ്ഞ ഒരു 19എങ്കിലും ആകുമെന്ന് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ കേരളത്തിൽ ഈ ഒരു സീറ്റ് പ്രതീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ പട്ടിക ഇന്ന് വൈകിട്ടോടുകൂടി ഏകദേശം ഒരു 30-35ഓളം സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ഇന്ന് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പുറത്തു വരില്ല കേട്ടോ, വിജ്ഞാപനം പുറത്തു വന്നിട്ടില്ല. ഇവിടെ യുദ്ധം തുടങ്ങും. ഇപ്പൊ ഇറാനിലെ യുദ്ധം ഇങ്ങോട്ട് വരും. ഇതിന് സമാന്തരമായി തന്നെ BJP ഇതിനോടൊക്കെ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവർ വിജ്ഞാപനത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ BJP-യെ സംബന്ധിച്ച് ഇതിനോടൊക്കെ തന്നെ നമുക്ക് ആ ഒരു ചിത്രം വ്യക്തമായിരിക്കുകയാണ്. എവിടെയൊക്കെ ആയിരിക്കും BJP-ക്ക് ജയസാധ്യതയുള്ളത്, അവിടെ ആരൊക്കെ ആയിരിക്കും മത്സരിക്കാൻ സാധ്യതയുള്ളത്, വിജയിക്കുന്നത്? ഇപ്പോൾ BJP-യുടെ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ. വട്ടിയൂർക്കാവായിരുന്നു അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ മുരളീധരൻ വരുന്നുണ്ട്. ഇപ്പോൾ മാതൃഭൂമിയുടെ ഒരു സർവേ നമുക്കത് വെച്ച് നോക്കുമ്പോൾ വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന് മാതൃഭൂമി പ്രവചിച്ച മണ്ഡലങ്ങളെല്ലാം തന്നെ BJP കൊണ്ടുപോകും. കാരണം BJP കൊണ്ടുപോകും അല്ലെങ്കിൽ NDA കൊണ്ടുപോകുമെന്ന് പറയുന്ന ഒരു നാണക്കേട് പോലെ മാതൃഭൂമിക്ക്. മാതൃഭൂമി ഇത് നടത്തിയ ആ പത്രപ്രവർത്തനത്തിന് എതിരായിട്ടൊരു ഫലമാവുമല്ലോ അത്. അതുകൊണ്ട് അത് പറയാനൊരു ജാള്യമുണ്ട്. ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞതിന് അടിയിൽ തന്നെ മാതൃഭൂമി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം BJP-ക്ക് മുൻതൂക്കമുണ്ട്. അങ്ങനെ പരസ്യമായിട്ട് NDA ജയിക്കുമെന്ന് പറയാൻ അവർക്ക് ഒരു മടി. അപ്പോൾ അതുകൊണ്ട് അശ്വത്ഥാമ ഹത എന്ന് പണ്ട് ധർമ്മപുത്രർ പറഞ്ഞ പോലെ ഇങ്ങനൊരു സൂചന മാത്രം നൽകിക്കൊണ്ട് അവർ ആ കള്ള പത്രപ്രവർത്തനത്തിൻ്റെ ആ ഒരു പന്ഥാവിൽ കൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഈ ഏതാണ്ട് ഇതുവരെ അവരെ മുഴുവനാക്കിയിട്ടില്ല, ഏതാണ്ട് 105ഓളം സീറ്റുകളിലെ സർവേ അനുസരിച്ച് ഏതാണ്ട് 9 സീറ്റുകൾ BJP-ക്ക് കിട്ടും. BJP പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചത് BJP എന്ന് പറയണ്ട ഒരു 5 സീറ്റാണ്. BJP പരസ്യമായിട്ട് പറയുന്നു 25 എന്നൊക്കെ പറയുന്നു. അത്രയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഈ മോദിയുടെ വരവെന്ന് പറയുന്നത് ഒരു 1.5 വരവ് തന്നെയാണ്. അദ്ദേഹം ഈ ഗൾഫിൻ്റെ കാര്യം പറയാതെ തന്നെ ഈ 1 സീറ്റ് എങ്കിലും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഒരു വരവിൻ്റെ ഫലമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത്ര ഒരു ഇലക്ട്രിക് പ്രസൻസാണ് അദ്ദേഹത്തിൻ്റെ. ഒരു വലിയൊരു മാജിക്ക് തന്നെയാണ്, അത് സംശയമൊന്നുമില്ലാത്ത കാര്യം. ആളുകളങ്ങ് ഇലക്ട്രിഫൈഡ് ആവുകയാണ് അദ്ദേഹം വന്നു കഴിഞ്ഞ് പ്രസംഗം നടത്തി കഴിയുമ്പോൾ. അതിൻ്റെ ഒരു ആവേശ തരംഗം എന്ന് പറയുന്നത് വലിയ കരിസ്മാറ്റിക് ലീഡറിൻ്റെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാവും. 1 സീറ്റും കൂടി പിന്നെ മലയാളത്തിനെ കേരളയെ കേരളമാക്കിയത് ഒരു സംഭവം. ആരൊക്കെയാണ് പോയത് അവിടെ മോദിയെ കണ്ട് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട്? V. മധുസൂദനൻ നായർ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. ജോർജ് ഓണക്കൂർ, നമ്മുടെ അനശ്വരമായ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. അത്രയും മഹത്തായ ഗാനങ്ങൾ നൽകിയാൽ ഇവരെല്ലാം രാഷ്ട്രീയ ഭേദം മറന്ന് അദ്ദേഹത്തിനെ പോയി അവരെ നേരിൽ കണ്ടു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിലെ യാക്കോബ സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇത് വലിയ സ്വാധീനമാണ് ആ സഭയിലുണ്ടാക്കുന്നത്. ഏറ്റവും ഭൂരിപക്ഷമുള്ള സഭയാണ് ഈ യാക്കോബ സഭ എന്ന് പറയുന്നത്. ഓർത്തഡോക്സുകാർ ന്യൂനപക്ഷമാണ്. തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ 2 പേരും ആവശ്യപ്പെട്ടാൽ ഞാനത് പരിഹരിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ മോദിയുടെ ഒരു നയം എന്ന് പറഞ്ഞാൽ ഇറാനും അതുപോലെ ഇസ്രായേലും ആവശ്യപ്പെടണം ഒരുപോലെ യുദ്ധം നിർത്താൻ താങ്കൾ മധ്യസ്ഥ വഹിക്കണം. പറഞ്ഞാൽ ഇടപെടാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആവശ്യമില്ലാതെ തൻ്റെ എടുത്തു ചാടി ട്രംപ് തൻ്റെ വില യുദ്ധത്തിൽ കളഞ്ഞ പോലെ അങ്ങനെ എടുത്തു ചാടി ഒത്തുതീർപ്പിന് പോയി ചമ്മി തിരിച്ചു വന്നിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ബലമായിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അംബാസഡർക്ക് അത് പറയേണ്ടി വന്നത്. നേരത്തെ ഇടപെട്ടെങ്കിൽ അംബാസഡർ ഇങ്ങനൊരു പുകഴ്ത്താൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇല്ലായിരുന്നല്ലോ. ഫസ്റ്റ് അംബാസഡർ ടു ഇന്ത്യ ഫ്രം UAE എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി വിശേഷിപ്പിക്കുന്നത്. NDTV കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത് മോദി ഒന്ന് ഫോൺ എടുത്താൽ യുദ്ധം അവിടെ നിൽക്കും, അവസാനിക്കും എന്നുള്ളത് പറഞ്ഞു. അപ്പം അത്രയും ഒരു വിദേശ അംബാസഡർ ഇന്ത്യയെ പറ്റി പറയണമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു അന്തസ്സും അഭിമാനവും നമ്മുടെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ്. മോദി രഹസ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ
അവിടെ ആരാക്ചിയുമായിട്ട് അവരുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് കൗണ്ടർ പാർട്ടുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഇത് മാധ്യമങ്ങളൊന്നും അറിയിക്കുകയില്ല. അപ്പോൾ എന്തൊക്കെയോ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അത് പറയുന്നത് ഇറാനോടായതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങളുടെ മക്കൾ അവിടെ ഉണ്ട്, അവരെ നിങ്ങൾ ഉപദ്രവിക്കാൻ ഇടയാക്കരുത്. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ ബരാക്ചി തന്നെ, അല്ല പെസെസ്കിയാൻ ആണ് അവൻ്റെ പ്രസിഡന്റ് പെസെസ്കിയാൻ തന്നെ പറഞ്ഞത്, ഞങ്ങളുടെ സഹോദരങ്ങളാണവർ, ആ രാജ്യത്തെ ജനങ്ങളെ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ ചെയ്യുന്ന അമേരിക്കയുടെ മിലിറ്ററി സ്റ്റേഷനുകൾക്ക് നേരെയാണ് ആക്രമിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ മിസൈൽ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ജനബാഹുല്യമുള്ള പ്രദേശത്തേക്ക് അയക്കാം, മനസ്സിലായില്ലേ? എയർപോർട്ട് റോഡിലേക്ക് അയക്കാം, നല്ല ബാഹുല്യമുള്ള UAE റോഡ്, മുസാഫ എന്ന് പറയുന്ന സ്ഥലം, മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം, അവിടേക്കൊക്കെ അയക്കാം. പക്ഷേ അത് ചെയ്തിട്ടില്ലെന്ന് വരെ. ഇസ്രായേൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനബാഹുല്യമുള്ള ആശുപത്രികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ച്. അങ്ങനെയാണല്ലോ 165 പെൺകുഞ്ഞുങ്ങളെ 7-നും 9-നും ഇടയ്ക്കുള്ള കുട്ടികളെ കൊന്നത്. അങ്ങനെ ഒരു കാര്യത്തിന് ഇവർ പോകുന്നില്ല. ഇവിടെ ഇസ്രായേലിൽ അയക്കുന്ന മിസൈലുകൾ എന്ന് നോക്കൂ, പോകുന്ന ടെൽ അവീവ് നഗരം, അവരുടെ അയൺ ഡോമൊക്കെ ഇരിക്കുന്ന സ്ഥലം. രണ്ടാമത് പോകുന്ന ഹൈഫ, അതവരുടെ തുറമുഖത്തേക്കാണ് പോകുന്നത്, അല്ലാതെ ആൾക്കൂട്ട പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഒരു മലയാളി പോലും അവിടെ മരിച്ചിട്ടില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ കേൾക്കുന്നത്, ഇസ്രായേൽ ഈ സൗദിക്കെതിരെ മിസൈൽ അയക്കുന്നു. ഈ സമയത്ത് അവർ അയച്ചു കഴിയുമ്പോൾ സൗദി വിചാരിക്കുന്നത് ഈ മിസൈൽ വന്നിരിക്കുന്നത് ഇറാനിൽ നിന്നാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ആ സൗദി അറേബ്യയെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാനുമാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാകിസ്ഥാൻ ബാധ്യസ്ഥമാണ്. അവർ തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവർ ബാധ്യസ്ഥമാണ്. വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഇറാൻ തീർക്കും. തൊട്ടടുത്ത് 2000 കിലോമീറ്റർ റേഞ്ചുള്ളതാണ് അവരുടെ മിസൈലുകൾ ഭൂരിപക്ഷവും. ആ മിസൈലുകൾ അവരുടെ ഇറാൻ്റെ എന്ന് പറഞ്ഞാൽ ഷാഹീദ് 136, അത് 2000 കിലോമീറ്റർ, യമാദ്, ഷഹീദ് 2-3, അതുപോലെ ഫത്ത, എല്ലാം ഹൈപ്പർസോണിക്കാണ്. കാരണം നമുക്ക് അത് കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. ശബ്ദത്തിനേക്കാൾ 8 ഇരട്ടി വേഗത്തിലൊക്കെയുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ലോഞ്ചർ ക്രൂസ് മിസൈൽ 2000 കിലോമീറ്ററാണ് അതിൻ്റെയും പരിധി. അതിൻ്റെ പേര് സൗമാർ എന്നാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഇതെങ്ങാനും അയച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ എവിടെ വീണാലും അത് വലിയൊരു അപകടവും വീണ്ടും ഇന്ത്യയുടെ അയൽപക്കത്തൊരു യുദ്ധവുമായിട്ട് തീരുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യ തീർച്ചയായിട്ടും ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഗൾഫ് മേഖല ഇത്രയും സുരക്ഷിതമായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. വീടുകളിൽ പേടിച്ച് കഴിയുകയാണ്, പകച്ചു കഴിയുകയാണ് ആൾക്കാർ. അതിനൊരു ശമനം ഉണ്ടാവണം. വേണ്ടത് സെസേഷൻ ഓഫ് വാർ. മോദി പറയേണ്ടത് ഇതാണ്, സെസേഷൻ ഓഫ് വാർ. ചർച്ച പിന്നീട്, ആദ്യം യുദ്ധം നിർത്തുക, അല്ലേ? അതാണിപ്പോൾ ഒരു പരിഹാരം. അല്ലാതെ ഈ ചർച്ച ചെയ്തിട്ട് ഈ യുദ്ധം പരിഹരിക്കണമെങ്കിൽ ഇനി ഒരു 1000 വർഷം കൂടെ എടുക്കും ചർച്ച ചെയ്ത്. കാരണം തീരാത്ത പ്രശ്നങ്ങൾ. ഫസ്റ്റ് യു സ്റ്റോപ്പ് ദ വാർ, ദെൻ വി വിൽ ടോക്ക് ഡിപ്ലോമസി ആൻഡ് ഡയലോഗ്. ഇതാണ് മോദിയുടെ തന്ത്രങ്ങൾ. 2 Ds, ഡിപ്ലോമസി ആൻഡ് ഡയലോഗ്. അതിലേക്ക് വരും. അത് സമയമെടുക്കും, സമയമെടുത്തോട്ടെ. പക്ഷേ ലോകത്തിലെ എണ്ണ വിതരണം തടയാൻ പാടില്ല. ഇപ്പോൾ അടുക്കളയിലേക്ക് ബാധിച്ചിരിക്കുക യുദ്ധം. ഈ വീട്ടമ്മമാരെ ആശ്വസിപ്പിക്കണം. മോദിക്ക് അതിന് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലും വോട്ട് കുറയും അവർ. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ നോക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഗ്യാസ് സപ്ലൈ ഉണ്ടോ? പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത്. ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നമാണ്. ആ അടുക്കളയിൽ പിന്നെ സാധനങ്ങളുടെ വില കൂടും. ഇതിൻ്റെ കൂടി കഴിഞ്ഞാൽ ഈ LPG സിലിണ്ടർ കൊണ്ട് ഓടുന്ന വാഹനങ്ങളില്ലേ, CNG കൊണ്ട് ഓടുന്ന വാഹനങ്ങളില്ലേ, അതിലെയൊക്കെ വാഹനങ്ങളുടെ ചിലവ് കൂടിക്കഴിഞ്ഞാൽ അതുവഴി വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും. വല്ലാത്ത വിലക്കയറ്റം സൃഷ്ടിക്കും. യാത്രാ ചെലവ് കൂടും. ഇപ്പോൾ തന്നെ വിമാനത്തിൻ്റെ സർചാർജ് കൂടിയിട്ടുണ്ട്. ഇതെല്ലാം ഈ BJP ഗവൺമെൻറ്റിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിണറായി വിജയനെ അല്ല അത് ബാധിക്കുക, കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൻ്റെ എല്ലാം ആളെന്നുള്ള സാമാന്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് യുദ്ധം നിർത്തിക്കാൻ മോദി ഒരു ശ്രമം നടത്തണം. BJPയുടെ ഈ പറഞ്ഞ 9 സീറ്റുകൾ കേരളത്തിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അതിൽ വട്ടിയൂർക്കാവും വരണമെങ്കിൽ, കഴക്കൂട്ടവും വരണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തടി. ഒരു പക്ഷേ കൊട്ടാരക്കര കൂടി വരുത്താൻ കഴിയും. നമ്മുടെ നേരത്തെ ഉള്ള ലിസ്റ്റുണ്ടല്ലോ, കാട്ടാക്കട ഇപ്പോൾ പറയുന്നുണ്ട്. അതും കൂടെ ഇതും കൂടെ ചേർത്തെങ്കിൽ മാത്രമേ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ആറ്റിങ്ങൽ പറയുന്നുണ്ട്, തിരുവനന്തപുരം മേഖലയിൽ സാധ്യതയുള്ള മണ്ഡലം, നിയമം ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു മണ്ഡലം. നിയമം ഉറപ്പിച്ച ഒരു കേസാണ്. ശിവൻകുട്ടിക്കെതിരെ തന്നെ ആദ്യത്തെ പടനീക്കം നടത്തി. ശിവൻകുട്ടിയെ ഒതുക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമം പിടിക്കാൻ
ഒരു പ്രയാസവും ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞ വട്ടിയൂർക്കാവ് ഒരു സംശയമാണ്. കെ മുരളീധരൻ വരുന്നതുകൊണ്ട് അവിടെ ഒരു വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. തോൽപ്പിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം വരുന്നത്. കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യം, BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ UDFും LDFും കൂടെ ഒരുമിച്ച് നിന്നിട്ട് അവരെ തോൽപ്പിക്കും. ആ തന്ത്രം വന്നു കഴിഞ്ഞാൽ BJPയുടെ കാര്യം പരിങ്ങലിലാവുകയും ചെയ്യും. അതുകൂടെ നമ്മൾ ഓർക്കണം. ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പത്മജ അതുപോലെ തൃശ്ശൂരിൽ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിലെടുക്കണം BJP. വടക്കേ ഇന്ത്യയിലുള്ള പ്രശ്നം കൊണ്ട് കേരളത്തിൽ തോൽക്കാൻ ഇടയാവാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ അവർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സാർ, അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏകദേശം 50ഓളം കൗൺസിലർമാർ അത് BJPക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഈ കൗൺസിലർമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ ഒരു നേട്ടം അത് എത്തരത്തിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്? അതുകൂടാതെ തന്നെ ഇതിന് മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഈ വട്ടിയൂർക്കാവൊക്കെ തന്നെ നമ്പർ 1 എന്ന രീതിയിൽ വന്നിട്ടുള്ളതാണ്. ആ ഒരു മണ്ഡലം വൈസ് ഒരു വോട്ട് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ഏകദേശം സിറ്റി മണ്ഡലങ്ങളിലൊക്കെ തന്നെ BJPക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അതെ, പിന്നെ തീർച്ചയായിട്ടും അത് വോട്ടായിട്ട് നിയമസഭയിലും പ്രതിഫലിക്കും. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ. തിരുവനന്തപുരത്ത് ഒരു 4 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ നമ്മൾ അമിത പ്രതീക്ഷകളൊന്നും വെച്ചുകൊണ്ട് ഒരെണ്ണം 4 എണ്ണം ഉറപ്പായിട്ട് അവർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ കൊട്ടാരക്കരയിൽ അവരുടെ ഉഗ്രൻ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്, രശ്മി എന്ന് പറയുന്നത്. അവിടെ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ളതാണ്. ഇപ്പോൾ പണ്ട് നമ്മുടെ ഈ ഐഷ പോറ്റിയുടെ ആ പണ്ടത്തെ ഖ്യാതിയൊക്കെ പോയി കഴിഞ്ഞു, ഒരു പാർട്ടി മാറിക്കഴിഞ്ഞതോടുകൂടി. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഇപ്പോഴത്തെ ധനമന്ത്രി ബാലഗോപാലാണ്. അവിടെ വലിയ സ്വാധീനമുള്ള ആളാണ്, വിജയസാധ്യതയുള്ള ആളാണ്. NSSൻ്റെ പിന്തുണ അദ്ദേഹത്തിനാണ്. കാരണം NSSമായിട്ട് വളരെ ബന്ധമുള്ള കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ. കലഞ്ഞൂർ മധു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്, അറിയാമല്ലോ. അപ്പോൾ അവരൊക്കെ വിചാരിച്ച് വോട്ടുകളൊക്കെ പിന്നെ ബാലഗോപാലിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. NSS വഴിയും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ്റിന് NSS പിന്തുണ കൊടുത്തേ പറ്റൂ. അതിന് ചില നൂലാമാലകളുണ്ട്. പിണറായി വിജയന് അത് വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എനിക്കറിയാമെങ്കിലും ഞാനിപ്പോൾ തൽക്കാലം അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പരസ്യമായിട്ടെങ്കിലും ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ NSS ബാധ്യസ്ഥമാണ്. അങ്ങനെ ചില അന്തർധാരകളൊക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് കൊട്ടാരക്കര ടൈറ്റ് ഫൈറ്റ്, ഈ ടൈറ്റ് ഫൈറ്റ് ഇപ്പോൾ ഇതിനകത്ത് ഐഷ പോറ്റിക്കും കൂടെ ഒരു വലിയൊരു ഫൈറ്റ് നടത്താൻ കഴിയുമെങ്കിൽ ഈസി ആയിട്ട് രശ്മി അവിടെ വിജയിച്ചുകൊണ്ട് പോകും, ഒരു നേരിയ ഭൂരിപക്ഷത്തിന്. അതാണ് ഇപ്പോൾ പുതിയൊരു ട്വിസ്റ്റായിട്ട് വരാൻ പോകുന്നത്. മാതൃഭൂമിയുടെ സർവേയിലുള്ള ഒരു കണക്കല്ല ഇതെന്ന് പറഞ്ഞാൽ അവിടെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു കണക്കാണ്. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് കിട്ടാൻ സാധ്യതയുള്ളത്? ആദ്യത്തെ വടക്കോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയിലോട്ട് എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം കൂടിയുണ്ട്. അത് ഒന്നുകിലും കായംകുളത്തോ ആലപ്പുഴയോ ഒക്കെ തന്നെ വളരെ ശരിയായ ഒരു കാര്യം. അതൊരു നല്ല ഒബ്സർവേഷൻ. കാരണം ഓണാട്ടുകാര പ്രദേശത്ത് BJPക്ക് ഇപ്പോൾ വലിയൊരു മുന്നേറ്റം. അത് എൻ്റെ പ്രദേശത്തോട് അടുത്തായതുകൊണ്ട് എനിക്ക് കാണാവുന്ന ഒരു കാര്യം, BJPക്ക് വലിയൊരു മുന്നേറ്റം. ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്നു, അറിയാമല്ലോ. ഭുവനേശ്വരനൊക്കെ അദ്ദേഹത്തിൻ്റെ കുടീരമൊക്കെ ഉള്ളത് ആ പ്രദേശത്താണ്, കരിമുളയ്ക്കൽ എന്നുള്ള പ്രദേശത്താണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വലിയൊരു, സാധാരണ കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് പോകാറുള്ളത്. ഈ പ്രദേശങ്ങളെല്ലാം 75% കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രദേശങ്ങളാണ്. തോപ്പിൽ ഭാസിയുടെ ആ ഒളിവിലെ ഓർമ്മകൾ വായിച്ചറിഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ നടത്തിയതിൻ്റെ ഒരു വലിയ മണ്ണാണ് ഈ ഓണാട്ടുകര പ്രദേശം. വള്ളികുന്നം മുതൽ അങ്ങോട്ട് മാവേലിക്കര, എണ്ണക്കാട്ട് കൊട്ടാരത്തിലെ, അറിയാമല്ലോ, ആദ്യത്തെ സ്പീക്കറായിരുന്ന ആളുടെ അവിടെ മുഴുവൻ കൊട്ടാരത്തിലെ ആളുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരു പ്രദേശമാണത്. വളരെ വിഖ്യാതമായ പ്രദേശം മാവേലിക്കര. ആ പ്രദേശങ്ങളിൽ മുഴുവൻ ഇപ്പോൾ BJP. ചെങ്ങന്നൂർ കഴിഞ്ഞ തവണ 4 കൗൺസിലർമാരാണ് ചെങ്ങന്നൂർ നഗരത്തിൽ നിന്ന് അവർക്ക് കിട്ടിയത്. അങ്ങനെയുള്ള ഒരു വലിയൊരു മുന്നേറ്റം, വേലിയേറ്റം എന്ന് പറയാവുന്ന പോലെ ഒന്ന്. വേലിയിറക്കും അതുപോലെ തന്നെ ഉണ്ടാവേ അത്തരം ഒരു സംഭവമുള്ള സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും കൂടെ ചേരുമ്പോൾ അത് തീർച്ചയായിട്ടും ജയിക്കാനുള്ള സാധ്യത നൽകും. വടക്കോട്ട് പോയി പാലക്കാട്, അതുപോലെ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJPയാണ്. നല്ല പ്രകടനമാണ്. 20 രൂപയ്ക്കുള്ള ഊണെന്ന് പറയുന്നത് അവർ നടപ്പാക്കി കഴിഞ്ഞു. ഇവിടെ നടപ്പാക്കാൻ പോകുന്നേ ഉള്ളൂ തിരുവനന്തപുരത്ത്. അതിന് മുമ്പേ നടപ്പാക്കി കഴിഞ്ഞു അവിടെ. അപ്പോൾ എന്താ അഭിപ്രായം അതിനെക്കുറിച്ച്? അത് തൃപ്പൂണിത്തറയിലും ഒരു സാധ്യത ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇതിനോടകം തന്നെ ഉയർന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ സാർ ഒരു കാര്യം കൂടി, നമ്മൾ ഇവിടെ കോട്ടയത്തെ കൂടി ഒന്ന് പരിശോധിക്കുമ്പോൾ PC ജോർജിന്റെ മണ്ഡലവും അതുപോലെ തന്നെ ഷോൺ ജോർജാണ്. കോട്ടയം ജില്ലയിൽ വരുമ്പോൾ ഷോൺ ജോർജിന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് മണ്ഡലം. കാരണം തീപ്പൊരി ജോസ് കെ മാണി വരുമോ എന്നല്ല പേടിച്ച് നിൽക്കുകയാണ്. റോഷിയാസിന് ഇങ്ങനെ ചെല്ലെന്നും പറഞ്ഞ് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മത്സരിച്ചാൽ അവിടെ ഒരു നല്ല മത്സരം തന്നെ നടക്കും. മറ്റേ കാപ്പൻ രണ്ടുപേരും കൂടെ ഒരു മത്സരം. ഈ ടൈറ്റ് ഫൈറ്റ് ഉണ്ട്.
ഷോൺ ചിലപ്പോൾ ജയിച്ചു പോകും. നല്ലൊരു പ്രവർത്തകനാണ്. പിന്നെ നമ്മുടെ പൂഞ്ഞാറിൽ തന്നെ, ഈരാറ്റുപേട്ടയിൽ തന്നെ ഒരു പഞ്ചായത്ത് BJP പിടിച്ചു കൊടുത്ത ആൾ. ചുമ്മാ വാചകോടി മാത്രമല്ല അദ്ദേഹം കാണിച്ചു കൊടുത്തു. പ്രവൃത്തിയുണ്ട്. പൂഞ്ഞാറിലൊരു പക്ഷേ PC ജോർജ് നല്ല പ്രകടനം കാഴ്ചവെക്കും, ഒരു സംശയവും വേണ്ട അതിന്. കാരണം അങ്ങോട്ടൊക്കെ വലിയൊരു തരംഗം ഉണ്ടായിട്ടുണ്ട്. കാരണം റാഡിക്കലിസവും ഫണ്ടമെൻ്റലിസവും ഒക്കെ കൂടി ചേർന്ന് ആ മണ്ണിനെ ഒന്ന് പരുവപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം ഇവർക്ക് കിട്ടാതെ വരില്ല. വമ്പിച്ചൊരു മുന്നേറ്റം. പണ്ട് പരമ്പരാഗതമായി കോൺഗ്രസ്സുകാരായിട്ടിരുന്നവരും കേരള കോൺഗ്രസ്സുകാരായിട്ടിരുന്നവരും ഇപ്പോൾ BJPക്ക് ജയ് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം മറ്റവരെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ഇതിനൊരു മറുപടിയും പരിഹാരവും BJP മാത്രമാണെന്നുള്ള തിരിച്ചറിവ് കോട്ടയത്ത് മുഴുവനുണ്ട്. BJP എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ശത്രുവല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവെ. പിന്നെ ചിലതൊക്കെ പറയുന്നുണ്ട്, അത് ശരിയായിരിക്കാം. അങ്ങനെ ഒരു യോജിപ്പ് വരുന്നതുകൊണ്ട് പാലയിലത് ഉറപ്പായിട്ടും കിട്ടാനൊരു സാധ്യത എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും തള്ളിക്കളയാത്ത ഒരു കാര്യമാണ്. സാറിനി അതുപോലെ നമുക്ക് സാറ് പറഞ്ഞ പാലക്കാട് മലമ്പുഴയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ പാലക്കാട് പറയുന്നുണ്ട്. പാലക്കാട് പ്രശാന്ത് ശിവനായിരിക്കും എന്നാണ് ചില സൂചനകൾ കിട്ടുന്നത്. ഇടയ്ക്ക് ശോഭാ സുരേന്ദ്രൻ്റെ പേര് അവിടെ ഉയർന്നു കേട്ടിരുന്നു. അതുപോലെ തന്നെ മലമ്പുഴയിൽ ഇത്തവണ C. കൃഷ്ണകുമാറാണ് നല്ലൊരു ഇത്രയും കാലമായി നിരന്തരമായി മത്സരിച്ച് അവിടെ നല്ല രീതിയിൽ ഒരു വേരുറപ്പിച്ചൊരു നേതാവ് കൂടിയാണ്. അപ്പോൾ പാലക്കാടുള്ള സാധ്യത എന്തായിരിക്കും സാർ, നഗരസഭയുടെ ഒക്കെയുള്ള സ്വാധീനം വെച്ചിട്ട്? പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ ആ നിയമസഭാ മത്സരം വരുമ്പോൾ മിക്കവാറും CPM അവിടെ മേൽക്കൈ നേടുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിയമസഭയും അതുപോലെ തന്നെ നഗരസഭയും ഒരു ഭാഗത്ത് അവിടെ നിൽപ്പുണ്ട്. അതിപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒരു പ്രവചനം എനിക്ക് സാധ്യമല്ലാത്ത ഒരവസരം കൂടിയാണ്. എനിക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ അതിനെപ്പറ്റി കഴിയുന്നില്ല. മലമ്പുഴയും നോക്കണ്ട, കാരണം നിയമസഭ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നുകൂടി ഉഷാറാവുന്ന പ്രദേശങ്ങളാണ്. നഗരസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാട്ടുകാരാണ് ഉഷാറാവുന്നത്. അവരുടെ മാർക്സിസം എല്ലാം മറന്നു വെച്ച് അവർ വോട്ട് ചെയ്യും. ഒരു നല്ല ഭരണം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേര് ഇവരെ BJP ജയിപ്പിക്കും. ആ നല്ല ഭരണം ആസ്വദിച്ചതിന് ശേഷം നിയമസഭ വരുമ്പോൾ അവരവരുടെ പാർട്ടിയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ്, ഒരു കൗതുകകരമായിട്ടൊരു കാഴ്ചയാണ് നമ്മളവിടെ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു കോർ ബേസ് ഉണ്ടവിടെ CPMന്. അങ്ങനെ കോർ ബേസ് ഉള്ളിടത്ത് വലിയ പ്രയാസമാണ് ഇവർ തിരിച്ചു കയറാൻ. പൂർണ്ണ ബോധ്യത്തോടു കൂടിയുള്ള ഒരു മാർക്സിസ്റ്റ് വിശ്വാസമാണ് അവരുടേത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമുക്ക് മറികടക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും. പക്ഷേ മഞ്ചേശ്വരത്ത് ചിലപ്പോൾ മഞ്ചേശ്വരം ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം എവിടെ റാഡിക്കലിസവും ഫണ്ടമെൻ്റലിസവും വേരൂന്നി അത് മറ്റു സമുദായങ്ങൾക്കെല്ലാം ഭീഷണി എന്ന തരത്തിലേക്ക് വളരുന്നു, അതിൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ള നിലയിൽ ഉള്ള വോട്ടുകൾ വടക്കേ ഇന്ത്യയിലെല്ലാം അതാണല്ലോ കിട്ടിക്കൊണ്ടിരുന്നത്. BJP അങ്ങനെയാണല്ലോ പിടിച്ചടക്കിയത് പല മണ്ഡലങ്ങളും. അവിടുത്തെ മുസ്ലിങ്ങൾ പോലും സമാധാന ജീവിതത്തിന് വേണ്ടി BJPക്ക് വേണ്ടി വോട്ട് ചെയ്യും. മുസ്ലിം വനിതകൾക്ക് ഏറ്റവും പ്രയോജനം ഉണ്ടായിട്ടുള്ളത് BJP ഭരണം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ, പർദ്ദയിട്ട സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും BJPക്ക് വേണ്ടി വോട്ട് ചെയ്യും. അവർ ജനേറിയോ നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടു, മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ BJP ജയിക്കുന്നത്. ശരിയായ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഒരു ഭയമില്ലാതെ ജനങ്ങൾ BJPക്ക് വേണ്ടി, BJP അത്ര വലിയ മോശമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കും ഉണ്ടായി വരുന്നുണ്ടെന്നുള്ള. കാന്തപുരം പ്രധാനമന്ത്രിയെ പോയി കണ്ടപ്പോൾ ഇയാൾ നമ്മുടെ ശത്രുവല്ല എന്നുള്ള തിരിച്ചറിവുണ്ടല്ലേ, നമ്മളെ സഹായിക്കും. അങ്ങനെ ഈ CPM പറഞ്ഞു വരുത്തുന്നത് വെറും വ്യാജമാണെന്നുള്ളതും അവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങേയറ്റത്തും കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്തും പിന്നെ ഇടമധ്യമായ പാലായിലും ഉള്ള സീറ്റുകൾ ചേർത്തൊരു 9 അല്ലെങ്കിൽ 10 സീറ്റ് വരെ പ്രതീക്ഷിക്കാം. പക്ഷേ ഈ പറഞ്ഞ ഗൾഫ് മേഖലയിൽ ഒരു പരിഹാരം കൂടി വന്നാൽ ഈ 10 എന്ന് പറയുന്നത് ചിലപ്പോൾ 15 ഉയരാനും സാധ്യതയുണ്ട്. അത് ആ ഒരു മാജിക്കും കൂടെ BJP ഈ പ്രാവശ്യം ഉപയോഗിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് അവർ വിചാരിച്ചാൽ കഴിയും. പ്രധാനമന്ത്രിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ്. അത് നടക്കണം. അത് നമ്മുടെ ഒരു ആവശ്യം, കേരളത്തിൻ്റെ ഒരു ആവശ്യവും കൂടിയാണ്. നടക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം.